ഭാഗ്യധാരയുടെ രണ്ടാം സമ്മാനമായ 30 ലക്ഷം രൂപ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കാട്ടാക്കട സ്വദേശിയും പൂകെട്ട് തൊഴിലാളിയുമായ സുനിൽകുമാർ. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യധാര രണ്ടാം സമ്മാനമായ 30 ലക്ഷമാണ് സുനിൽകുമാറിനെ തേടിയെത്തിയത്. തിങ്കളാഴ്ച നറുക്കെടുത്ത ഭാഗ്യധാര 1 കോടി ഭാഗ്യക്കുറിയുടെ രണ്ടാം സമ്മാനമാണ് സുനിലിന് ലഭിച്ചത്. കാട്ടാക്കട അഞ്ചുതെങ്ങ് മണ്ണാങ്കോട് റോസ് നിവാസിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് സുനിൽകുമാറും കുടുംബവും. കാട്ടാക്കടയിൽ KSRTC ബസ് ഡിപ്പോയ്ക്ക് എതിർവശമുള്ള ഷാജിദാസിന്റെ ഉടമസ്ഥതയിലുള്ള റോജ ഫ്ലവറിൽ കഴിഞ്ഞ 15 വർഷമായി പൂ കെട്ടുന്ന ജോലികൾ സുനിൽ ചെയ്തു വരികയാണ്. ഭാഗ്യദേവത കടാക്ഷിച്ചതറിഞ്ഞിട്ടും സുനിൽകുമാർ തന്റെ ജോലിയിൽ മുടക്കം വരുത്താതെ രാത്രി വൈകിയും പൂക്കടയിൽ സജീവമായിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനു മുൻപാണ് ലോട്ടറി എടുക്കുന്ന ശീലം സുനിൽകുമാർ തുടങ്ങിയത്. ആദ്യം 1-2 ടിക്കറ്റ് എടുത്തു തുടങ്ങി. ഇപ്പോൾ ദിവസം 3 ടിക്കറ്റ് വരെ എടുക്കുമെന്ന് സുനിൽകുമാർ പറഞ്ഞു. 500 രൂപയുടെ ഒരു സമ്മാനം മാത്രമാണ് ഇതിനു മുമ്പ് ലഭിച്ചിട്ടുള്ളത്. ഇതിനുശേഷം രണ്ടാമത്തെ വലിയ സമ്മാനം തന്നെ ഇപ്പോൾ സുനിൽകുമാറിനെ തേടിയെത്തി. കാട്ടാക്കട ഇന്ത്യൻ ബാങ്കിന്റെ ശാഖയിൽ ലോട്ടറി ടിക്കറ്റ് ഏൽപ്പിച്ചതായി സുനിൽ അറിയിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളിയായ ഭാര്യ സൗമ്യ, മകൾ രേണുക, മകൻ അതുൽ എന്നിവർക്കൊപ്പം വാടക വീട്ടിലാണ് സുനിൽകുമാർ കഴിയുന്നത്. ഇല്ല, കടകളിൽ വന്ന് എടുക്കും. അല്ലാതെ ഇന്നെടുത്തത് ഇവിടെ കടയിൽ ഒരാൾ കൊണ്ടുവന്ന് അയാളെ കയ്യിൽ നിന്ന് എടുത്തതാണ്. ഭാര്യയ്ക്ക് തൊഴിലുറപ്പിന്റെ പണിയാണുള്ളത്. അത് നമ്മൾ കടയിൽ നിൽക്കുന്ന സ്റ്റാഫാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ടിക്കറ്റ് അപ്പുറത്തെ കടയിൽ കൊടുത്താണ് കൺഫേം ആക്കിയത്. ഞാൻ ലോട്ടറി എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 6 മാസം അത്ര ആയിട്ടുള്ളൂ. ദിവസം ഒരു 2-3 ലോട്ടറി അത്രയാണ് എടുക്കുന്നത്. തുടർച്ചയായിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് ദിവസം എടുക്കാൻ പറ്റിയില്ല, അല്ലാതെ ഈ കടയിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ എടുക്കുന്നുണ്ട്. ഒരു 500 രൂപയാണ് ഇതുവരെയായിട്ട് എനിക്ക് അടിച്ചത്. 500 രൂപ മാത്രമേ അടിച്ചിട്ടുള്ളൂ പ്രൈസായിട്ട്.